ടി.പി. ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതി കൊടി സുനിക്ക് പരോൾ അനുവദിച്ചിരിക്കുന്നു. 30 ദിവസത്തെ പരോളിൽ സുനി തവനൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിരിക്കുന്നു. കൊടി സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് 30 ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത്. വിനയരാജ് വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. ഈ പരോളിന്റെ വിവരങ്ങൾ എന്തൊക്കെ? എന്തായാലും നേരത്തെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കൊടിസുനി അടക്കമുള്ള പ്രതികൾക്ക് ഇത്തരത്തിൽ പരോൾ ലഭിക്കുന്നതിന് അല്ലെങ്കിൽ പരോൾ നൽകുന്നതിനെതിരെ തന്നെ വലിയ വിവാദങ്ങൾ അടക്കമുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ കൂടെ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പോൾ ടി.പി. കേസ് പ്രതിയായിട്ടുള്ള കൊടിസുനിക്ക് പരോൾ ലഭിച്ചിരിക്കുകയാണ്. പരോൾ ലഭിച്ചതിനെ തുടർന്ന് 30 ദിവസത്തെ പരോളാണ് ലഭിച്ചിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ഇപ്പോൾ കൊടിസുനി തവനൂർ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട്. പ്രധാനമായും നമുക്കറിയാം 6 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ കൊടിസുനിക്ക് പരോൾ ലഭിച്ചിരിക്കുന്നത്. ഈ ജയിലിനുള്ളിൽ കിടന്ന് കൊണ്ടുപോക കവർച്ച നടത്തൽ തുടങ്ങിയ അല്ലെങ്കിൽ ആസൂത്രണം ചെയ്യുക, കൂടാതെ ഈ അതീവ സുരക്ഷയായിട്ടുള്ള ജയിലിൽ നിന്ന് തന്നെ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുക തുടങ്ങിയ കേസുകളിലെല്ലാം തന്നെ ഒരു പ്രതി കൂടിയാണ് ഈ കൊടി സുനി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സുനിക്ക് പരോൾ നൽകരുതെന്ന് ആഭ്യന്തര വകുപ്പും കൂടാതെ ഈ ജയിൽ വകുപ്പും ആഭ്യന്തര വകുപ്പ് അടക്കം തന്നെ തീരുമാനിച്ചിരുന്നു. എന്നാൽ ആ തീരുമാനത്തിനെതിരെ കൊടിസുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. ഈ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊടിസുനിക്ക് പരോൾ നൽകിയിരിക്കുന്നത്. 30 ദിവസത്തെ പരോളാണ് ഇപ്പോൾ കൊടിസുനിക്ക് ലഭിച്ചിരിക്കുന്നത്. ആ തീരുമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു കൊടിസുനിയുടെ അമ്മ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ കത്തിൽ പ്രധാനമായും പറയുന്നത് 12 അല്ലെങ്കിൽ തന്റെ മകന് കഴിഞ്ഞ 6 വർഷമായി ഇത്തരത്തിൽ പരോൾ ലഭിച്ചിട്ടില്ല. 12 വർഷത്തെ ജയിൽവാസത്തിൽ ആകെ 60 ദിവസം മാത്രമാണ് അവധി ലഭിച്ചിരിക്കുന്നത്. കൂടാതെ തന്നെ താൻ അവശത അനുഭവിക്കുന്നുണ്ട്, തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ശ്വാസം മുട്ടലുണ്ട്, അത്തരത്തിൽ ശ്വാസതടസ്സമുണ്ട്, തനിക്ക് തന്റെ മകനെ കാണണമെന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ മകന് പരോൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഈ മനുഷ്യാവകാശ കമ്മീഷന് കഴിഞ്ഞ ദിവസം കൊടിസുനിയുടെ അമ്മ കത്ത് നൽകിയിട്ടുണ്ടായിരുന്നത്. ഈ കത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൊടിസുനിക്ക് പരോൾ നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ പരോൾ കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് DGP ഇത്തരത്തിൽ പരോൾ അനുവദിക്കുകയായിരുന്നു. സാധാരണയായി ഒരു പ്രതിക്ക് അല്ലെങ്കിൽ ഈ തടവ് ശിക്ഷ അനുഭവിക്കുന്ന ഒരു പ്രതിക്ക് പരോൾ നൽകണമെങ്കിൽ കൂടി ഈ പ്രൊബേഷൻ റിപ്പോർട്ട് കൂടാതെ ഈ പോലീസ് റിപ്പോർട്ടെല്ലാം തന്നെ അനുകൂലമാകണം. എന്നാൽ കൊടിസുനിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊബേഷൻ റിപ്പോർട്ട് അടക്കം ഈ പ്രതികൂലമായിട്ടും ഈ ജയിൽ DGP അനുകൂല നിലപാട് എടുത്തു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച്. നമുക്കറിയാം ഈ നിരവധി അല്ലെങ്കിൽ ടി.പി. കേസിലെ പ്രതിയായിട്ടുള്ള കൊടിസുനിക്കും കൂടാതെ മറ്റു പ്രതികൾക്കും അടക്കം ഇത്തരത്തിൽ പരോൾ നൽകുന്നതിനെതിരെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അടക്കം ഉണ്ടായിരുന്നു. ഇടത് സർക്കാരിനെ അടക്കം തന്നെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഈ ജയിലിൽ കഴിയുന്ന പ്രതികൾക്കടക്കം തന്നെ ഇടത് സർക്കാർ വലിയ രീതിയിലുള്ള സഹായം ചെയ്തു കൊടുക്കുന്നു. സുഖജീവിതമാണ് ജയിലിൽ ഈ പ്രതികൾ അടക്കം അനുഭവിക്കുന്നത് എന്നടക്കമുള്ള ഈ ആരോപണങ്ങളെല്ലാം തന്നെ ഉയരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിവാദങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ കൊടിസുനിക്ക് 30 ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് തവനൂർ ജയിലിൽ നിന്നും കൊടിസുനി പുറത്തിറങ്ങിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ഇത് നിലവിൽ വന്നു അല്ലേ? തീർച്ചയായും കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ഈ ഉത്തരവ് നിലവിൽ വരികയും ഈ കൊടിസുനി പുറത്തിറങ്ങുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അമ്മ നൽകിയ അല്ലെങ്കിൽ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ പ്രൊബേഷൻ റിപ്പോർട്ട് അടക്കം തന്നെ പ്രതികൂലമായിട്ടും DGP അനുകൂല തീരുമാനമെടുത്ത് ഉത്തരവിറക്കിയിട്ടുണ്ടായിരുന്നത്. ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഈ കഴിഞ്ഞ ശനിയാഴ്ച തന്നെ ഈ ജയിലിൽ കഴിയുന്ന അല്ലെങ്കിൽ പരോൾ ലഭിച്ചതിനെ തുടർന്ന് കൊടിസുനി എന്തായാലും പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ശനി കഴിഞ്ഞ് ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ചയാണ് ഈ വിവരം ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലേ? തീർച്ചയായും 2 ദിവസം കഴിഞ്ഞു. ശനിയാഴ്ച കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. നമുക്കറിയാം നമുക്ക് ഈ പ്രതിപക്ഷം അടക്കം തന്നെ ഈ കേസിനുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതിവാദങ്ങൾ അടക്കം തന്നെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഈ കൊടിസുനി അടക്കമുള്ള പ്രതികൾക്ക് പരോൾ നൽകുന്നതിനെതിരെ തന്നെ വലിയ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ജയിലിൽ കഴിയുന്ന പ്രതികൾക്കടക്കം തന്നെ ഇടത് സർക്കാർ അല്ലെങ്കിൽ ഇടതു മുന്നണി അടക്കം തന്നെ വലിയ വഴിവിട്ട സഹായങ്ങൾ അടക്കം തന്നെ ചെയ്തു നൽകുന്നുണ്ട്. കൂടാതെ ഈ ജയിലിൽ കഴിയുന്ന പ്രതികൾക്ക് വലിയ സഹായങ്ങൾ നൽകുന്നു. അവർ കഴിയുന്നത് അവിടെ സുഖത്തോടെയാണ്. അത്തരത്തിലുള്ള ഈ ജയിലിൽ കഴിയുമ്പോഴും സുഖവാസമാണ് ഈ പ്രതികളടക്കം തന്നെ ഇപ്പോൾ ഉള്ളത്, അല്ലെങ്കിൽ പ്രതികൾക്ക് സുഖവാസമാണെന്നടക്കം തന്നെ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ അടക്കം തന്നെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ അല്ലെങ്കിൽ 6 വർഷം മുൻപ് കൊടിസുനി അടക്കമുള്ള പ്രതികൾക്ക് ഇത്തരത്തിൽ പരോൾ ലഭിച്ചപ്പോഴും ഈ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നത് മൂലമാകാം
ആകാം ഈ കൊടിസുനി പുറത്തിറങ്ങിയത് അല്ലെങ്കിൽ ഇത്രയും വൈകിയാണ് ഇപ്പോൾ മാധ്യമങ്ങൾ അടക്കം തന്നെ പുറത്തറിയുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് തന്നെയാണ് പ്രതിപക്ഷവും ഉന്നയിക്കുന്നത്. ശനിയാഴ്ചയാണ് ഇത്തരത്തിൽ കൊടിസുനി പുറത്തിറങ്ങിയത്. എന്നാൽ അതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് പുറത്തു വരുന്നത് ഇത്തരത്തിൽ കൊടിസുനി പുറത്തിറങ്ങി എന്നുള്ള വാർത്തകൾ വരുന്നത് 2 ദിവസം കഴിഞ്ഞാണ്. അതുകൊണ്ട് തന്നെ ഈ ഇടതുമുന്നണി അല്ലെങ്കിൽ സർക്കാർ അടക്കം തന്നെ ഈ പ്രതികളെ രക്ഷിക്കാനുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ ഈ പ്രതികളെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് ഈ പ്രതിപക്ഷം അടക്കം തന്നെ ഉന്നയിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്. അത്തരത്തിൽ വലിയ ഒരു കൊടും കുറ്റവാളിയാണ് ഈ കൊടിസുനി കൊടും കുറ്റവാളിയാണ് ഒരു കൊടിസുനി. ഈ ജയിലിൽ കഴിയുമ്പോൾ തന്നെ നിരവധി അല്ലെങ്കിൽ കേസുകളിൽ അല്ലെങ്കിൽ നിരവധി ഈ ജയിൽ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുക, ജയിലിൽ കിടന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നിരവധി കേസുകൾ ആസൂത്രണം ചെയ്യുക തുടങ്ങിയവയെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജയിലിലുള്ള ഒരു പിന്തുണ അല്ലെങ്കിൽ ജയിലിൽ നിന്നും കൊടിസുനിക്ക് ലഭിക്കുന്ന ഒരു പിന്തുണ എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ പിന്തുണയാണെന്നടക്കം തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കൊടിസുനിക്ക് പരോൾ ലഭിച്ചിരിക്കുന്നത്. 30 ദിവസത്തെ പരോളാണ് ലഭിച്ചിരിക്കുന്നത്. അത് തന്നെയാണ് പ്രതിപക്ഷം അടക്കം ഉന്നയിക്കുന്ന ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത്. ഈ കൊടും കുറ്റവാളിയാണ് കൊടിസുനി. ഏത് നയത്തിലാണ് അനുവദിക്കുന്നത്? അത് 30 ദിവസത്തെ പരോളാണ് കൊടിസുനിക്ക് അനുവദിച്ചിരിക്കുന്നത് എന്നടക്കം തന്നെ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും കഴിഞ്ഞ ശനിയാഴ്ചയാണ് കൊടിസുനി പുറത്തിറങ്ങിയിരിക്കുന്നത്. എന്നാൽ വാർത്ത വരുന്നത് 2 ദിവസത്തിന് ശേഷമാണ് മാത്രമേ